ഹായ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം കേട്ടോ, വേറെ ഒന്നുമല്ല, മെറ്റൽ പസിൽസ് ആണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഐറ്റൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് സോൾവ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. 4 ഉണ്ട്. ഈ 4 നമ്മൾ പഠിച്ച് ഇന്ന് സോൾവ് ചെയ്യും. മാത്രമല്ല, ഞാനിത് സോൾവ് ചെയ്തതിനു ശേഷം ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലും ഈ വീഡിയോ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടാൽ മതി. ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഇതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാനോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനോ നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ അറിവുകളും ചലഞ്ചുകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചലഞ്ചിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പസിലാട്ടോ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പസിൽ സോൾവ് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് ചലഞ്ച്. അതുപോലെ തന്നെ 4 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ ചെയ്യാറുണ്ട്. അപ്പൊ എന്നാലും കൂടുതൽ പറയുന്നില്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പസിലാട്ടോ. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഫസ്റ്റ് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് 4 കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇതിപ്പോ ലോക്കായിട്ട് കിടക്കുകയാണ്, നിങ്ങൾ കണ്ടില്ല, ഈ ഒരു കണ്ടീഷനിലാണുള്ളത്. അപ്പൊ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും പഠിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. സിമ്പിൾ ആയിട്ട് തന്നെ ഇടാൻ പറ്റും. ഇങ്ങനെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഇപ്പൊ ലോക്കായി, ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാം. അപ്പൊ ഫസ്റ്റത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റിലെ കണ്ടില്ല. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ വരുന്നത് ഈ ഒരു പസിലാട്ടോ. ഈ ഒരു പസിലാണ് അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയോ, ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നില്ല, ഞാനൊന്നും ചെയ്ത് നോക്കാം. ട്യൂട്ടോറിയൽ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് ഇതെങ്ങനെ അത് അയ്യോ ടൈറ്റ് ആണല്ലോ, നല്ല ടൈറ്റ് ആണല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയായിരുന്നു ഇത് മറന്നു പോയല്ലോ സംഭവം. യെസ്, ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ലോക്കായിട്ടാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുക്കാം. ഈസി. അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് വരുന്നത് നെക്സ്റ്റ് പസിൽ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് വേറൊരു പസിലാണ്, ഇത് മൂന്നാമത്തെ. ഓക്കെ, അപ്പൊ ഇനി ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം ടാസ്ക് ആണെന്ന് തോന്നുന്നത്. പഠിച്ചപ്പോ വലിയ ടാസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ടാസ്ക് ഉള്ള പരിപാടിയാണിത്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്തായാലും. ഇത് കിട്ടുന്നില്ലല്ലോ ഗൈസ്. യെസ്, സിമ്പിൾ ആയിട്ട് ഇത് റിമൂവ് ചെയ്തിരിക്കാം കേട്ടോ. അതായത് ഇതൊന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ലോക്കായില്ലേ. ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്യാനായിട്ട് പോവാണ്. ഇങ്ങനെ പിടിച്ച് സിമ്പിൾ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, അല്ലാത്തവർക്ക് സിമ്പിൾ അല്ല കേട്ടോ. അപ്പൊ എന്തായാലും പഠിക്കാനുള്ള സംഭവങ്ങൾ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ ലാസ്റ്റ് വരുന്നുണ്ട് ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ട് വരുന്ന ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് പലരും ഇത് കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും പലരും ഇത് പിടിച്ച് ഞെക്കി വലിച്ചൊക്കെ എടുത്തൊക്കെ ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. കണ്ടില്ല, എത്ര ഉള്ള സംഭവം. അതായത് ഈ രണ്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് റിമൂവ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതല്ലാണ്ട് നിങ്ങൾ ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കൈ വേദനിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയുള്ള സംഭവം. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഇതിന്റെ ബാക്കി ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. അപ്പൊ പഠിക്കാൻ താല്പര്യമുള്ളൂ, ബാക്കി കൂടെ കണ്ടോളൂ. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോവാം. ട്യൂട്ടോറിയലൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഈ ഒരു പസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെ ലോക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോൾവ് ചെയ്യാനായിട്ട് പിടിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പൊസിഷനിൽ വേണം നമുക്ക് പിടിക്കാനായിട്ട്. അതായത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടായിട്ട് പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കണം കേട്ടോ. നോക്കിക്കോ, ഇതാണ് പൊസിഷൻ. ഇങ്ങനെ പിടിക്കുക. ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ആയിട്ട് കിട്ടും. ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇടുന്ന അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും ലോക്കായി. ഇനി വീണ്ടും നമ്മൾ കണ്ടോ. അതായത് ഇവിടെ പിടിക്കുക, ഇവിടുന്ന് നമ്മളതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ നോക്കിക്കോ. ലാസ്റ്റ് ഫൈനൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അതിനുശേഷം ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കാം. ഇടുന്നോ അങ്ങനെ തന്നെ കേട്ടോ. ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് ചെറുതിട്ടതിന് ശേഷം നമ്മളതാ ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഓക്കെ, അപ്പോൾ അത് പഠിച്ചില്ലേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകും. അടുത്ത് വരുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ ഒരു കണ്ടീഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ പിടിക്കേണ്ടത്. അതെങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പിടിക്കുക, ഇതിൻ്റെ താഴെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങ് എടുക്കാം.
വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ ഇട്ട് കാണിച്ചു തരാം. ഇടുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ. ഇതിനെ ലോക്ക് ചെയ്ത് ഇതിനകത്ത് കൂടെ ഇടാം. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് വീണ്ടും ആവും. ഇനി വീണ്ടും നമ്മളിങ്ങനെ എടുക്കുക, ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇത്ര വളരെ സിമ്പിളാണ്. ഒന്നും കൂടെ ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിനെ ലോക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇടുന്നു. അതിന് ശേഷം ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ലോക്കായിട്ട് വെക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പിടിക്കുക. അതായത് നോക്കിക്കോട്ടോ, നമ്മൾ ഇവിടെ പിടിക്കുന്നു. അതിന് ശേഷം ഇങ്ങനെ എടുക്കുന്നു, ബാക്കിൽ കൂടെ കൊണ്ടുവരുന്നു, ഇങ്ങനെ കൊണ്ടുവരുന്നു, ഇങ്ങനെ എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു പസിൽ നോക്കാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ ലോക്കായിട്ട് കിടക്കുകയാണ്, കണ്ടില്ല? ഇങ്ങനെയാണുള്ളത്. ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇത് ലോക്കായിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് പോകണം, ഇത് സോൾവ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ പിടിക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെയായിട്ട് പിടിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ. ഈ ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കിടക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. അതിനുശേഷം ഇവിടെ നമ്മൾ മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്കായി കൊടുക്കുക. തിരിച്ച് ഇങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ? ഇത്ര വരുന്നുള്ളൂ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇടുന്നതും ഇങ്ങനെ തന്നെ കേട്ടോ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ? ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഇപ്പോൾ ഇത് ഏതൊരു പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാലും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഇങ്ങനെ ആക്കിയെടുക്കണം. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മുകളിലേക്ക് ആക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്നായി കൊടുക്കുക. തിരിച്ച് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ഈസി ആയിട്ട് മൂവ് ചെയ്തെടുക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇടുക, ഇങ്ങനെ പോകുക. ഇതിപ്പോൾ ലോക്കായി, കണ്ടില്ലേ? ഈ ഒരു കണ്ടീഷനിലാണ് ലോക്കായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ഈ ഒരു പൊസിഷനിലാണ് പിടിക്കേണ്ടത്. സോറി, അങ്ങനെയല്ല, ഇങ്ങനെയാണ് പിടിക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഈ ഡബിൾ വരുന്ന ഫേസ് ഇങ്ങനെ ഫ്രണ്ടിലേക്കും, ഇതിൻ്റെ അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഇടുന്നത് അങ്ങോട്ട് ബാക്കോട്ടേക്കൊക്കെ ഇട്ട് പിടിക്കുക. ഇങ്ങനെ ചെയ്യുക. തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നോട് കാണിച്ചു തരാം. ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മുകളിലേക്ക് ആക്കുക. തിരിച്ച് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുക. തിരിച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ ഓക്കെ, ഏതായാലും ഇനി ലാസ്റ്റാണ് കേട്ടോ. നാലാമത്തെയാണ്. ഈ ഒരു സംഭവമാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ ഫേമസ് ആണ്. ഇത് നമുക്ക് ആണി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെ കേട്ടോ. ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ ലോക്കായി കിടക്കുകയാണ്. നമ്മളിങ്ങനെ വലിച്ചാൽ പോരില്ല കേട്ടോ. ഇങ്ങനെയൊന്നും പോരില്ല. നിങ്ങൾ പലരും വിചാരിക്കുന്നില്ല അത് പറ്റിപ്പാണ്. പക്ഷേ ഇപ്പം പറ്റിപ്പല്ല. ഇത് നോക്കിക്കോ. ഇതെങ്ങനെ റിമൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക. അതായത് അതിൻ്റെ ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ആ ഒരു പൊസിഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ബാക്ക് കൂടെ ഇടുക. എന്നിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ലോക്ക് ചെയ്യേണ്ടത് എങ്ങനെ കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ അകത്തേക്ക് കൂടെ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഓക്കെ, തിരിച്ച് ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ പിടിക്കുക, അറ്റത്തായിട്ട് പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ആയിട്ട് വരും. ഒന്നും കൂടി ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെയാണ് കേട്ടോ പിടിക്കേണ്ടത്. ഇതാണ് പൊസിഷൻ. ഈ ലെഫ്റ്റിൽ നമ്മളിങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുക. ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മുടെ നാലാമത്തെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കൂടുതൽ വീഡിയോസും കൂടുതൽ സ്കില്ലും അതുപോലെ തന്നെ ട്യൂട്ടോറിയലായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.